ജെ അരുൺ കൂടി ചേരുകയാണ്. അരുൺ, വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും സമാനമാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരമണിക്കൂർ മാറി 1 മണിക്കൂറായി. ഞായറാഴ്ചയായ ഇന്ന് രാവിലെ മുതൽ തന്നെ പവർ കട്ട് ഉണ്ടാകുന്ന അവസ്ഥ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ 1 മണിക്കൂറിൽ കൂടുതൽ 3-4 തവണ കറണ്ട് പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനം വീണ്ടും പവർ കട്ടിൻ്റെ ഇരുണ്ട നാളുകളിലേക്ക് മടങ്ങുകയാണ്, പഴയ UDF സർക്കാരിൻ്റെ കാലത്തെന്ന പോലെ. ഷമ്മി, ഇക്കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടാവാത്ത ചില കാര്യങ്ങളാണ് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഇപ്പോൾ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുതുതലമുറയ്ക്ക് ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ കട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് കൂടി ഈ ഒരു സംഭവം എന്താണെന്നുള്ള അറിയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇക്കാര്യത്തിലൂടെയുള്ള നടപടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിഷേധം നടത്തുന്നവർ പ്രധാനമായും പറയുന്നത്. കാരണം മലബാർ മേഖലയിൽ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഈ വൈദ്യുതി നിയന്ത്രണം അല്ലെങ്കിൽ വൈദ്യുതി പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ആരെയും അറിയിക്കാതെ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള വൈദ്യുതി തടസ്സമുണ്ടാകുമ്പോൾ അവിടെയുള്ള കൺസ്യൂമർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വാട്സപ്പിലൂടെയോ മറ്റു മെസ്സേജിങ് സംവിധാനത്തിലൂടെയോ ഇന്ന സമയത്ത് ഈ ഒരു മേഖലയിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് അത് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴ വരുമ്പോഴുള്ള ഈ മരമൊടിഞ്ഞു വീഴുമ്പോഴൊക്കെയുള്ള മുന്നറിയിപ്പ് പ്രകാരം KSEB നൽകുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് അകത്ത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് അത് 5 മിനിറ്റും 10 മിനിറ്റൊന്നുമല്ല, അരമണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ലോഡ് ഷെഡിങ് ആണ് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ ഒരു വേളയിൽ, കാരണം ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന വേളകളിൽ കൂടിയാണ് ഈ ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നടക്കുന്നതെന്നുള്ള ഒരു പ്രതിഷേധക്കാർക്ക് കൂടുതൽ അതൊരു തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പോർച്ചുഗലിൻ്റെ കളി ഇന്ന് രാവിലെ നടന്നു, അർജന്റീനയുടെ ഫുട്ബോൾ നടന്നു. അപ്പോഴെല്ലാം അടിക്കടി ഉണ്ടാകുന്ന ഒരു വൈദ്യുതി തടസ്സത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് KSEB ഓഫീസുകളിലേക്ക് ഫോൺ വിളികളായി എത്തുന്നു. അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകരുടെ പ്രകടനമായി KSEB ഓഫീസുകളിൽ കുത്തിയിരുന്ന് കളി കാണുന്ന ഒരു നിലയിലേക്ക് പോകുന്നു. അതൊരു സംഭവം മാത്രമാണ്. കാരണം പരീക്ഷകൾ നടക്കുന്ന ഒരു സമയത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു മത്സര പരീക്ഷകൾ നടക്കുന്ന സമയം, വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന സമയം, ഇതെല്ലാം രാത്രിയിൽ ഉണ്ടാകുന്ന അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിങ് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആശുപത്രികളിലെ ദീർഘകാലത്തെ ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലേക്ക് എത്തുന്ന രോഗികൾ, അത് ക്യാൻസർ പേഷ്യൻസ് ഉൾപ്പെടെയുള്ള നിത്യരോഗികളുണ്ട്. ഈ നിത്യേന ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന രോഗികൾ ധാരാളം നമ്മുടെ സംസ്ഥാനത്ത് ആകെയുണ്ട്. ഇതെല്ലാം അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിങ് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉയർന്നു വന്നിരിക്കുന്നു. ഷമ്മി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് പോലും 1.5 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഡ് ഷെഡിങ് ഉണ്ടായത്. ഒരു വ്യത്യസ്ത സമയങ്ങളിലാണ്. നമുക്ക് ഇന്ന സമയത്തൊന്നും ഊഹിച്ചെടുത്ത് പറയാൻ പറ്റില്ല. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ലഭിക്കുന്നില്ല, യാതൊരു തരത്തിലുള്ള അറിയിപ്പും ലഭിക്കുന്നില്ല, മെസ്സേജ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും പ്രശ്നവുമായി മാറുന്നത്. ഇതിൻ്റെ പ്രതിഷേധക്കാർ മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല, പവർ കട്ട് നടപ്പിലാക്കിയിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടി KSEB ലിമിറ്റഡ് കടന്നു പോകുമ്പോൾ പോലും അതിനെയെല്ലാം ജനപക്ഷത്ത് നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ലോഡ് ഷെഡിങ് പോലും ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്നത്. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് തന്നെ അധികാരത്തിലേറി കഴിഞ്ഞ വി ഡി സതീശ സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത്. കാരണം ഈ ഒരു കൃത്രിമമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധി ശേഷം സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് അവരുടെ പക്കൽ നിന്നും കൂടുതൽ വൈദ്യുതി വാങ്ങാനുള്ള ഒരു നിലപാടാണ് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കൂടുതൽ ആ ഒരു നിലപാടിൻ്റെ ആദ്യ പടി എന്നുള്ളതാണ് ഈ ഒരു വൈദ്യുതി നിയന്ത്രണം എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. റിലയൻസ് ഉണ്ട്, അദാനി ഉണ്ട്, അങ്ങനെയുള്ള കുത്തക മുതലാളിമാർ അവരുടെ വൈദ്യുതി വിൽക്കാൻ വേണ്ടി കേരളത്തിന് പുറത്ത് ക്യൂ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുതി വിൽപ്പനയും വാങ്ങലും കൂടുതലൊന്നും നടന്നിട്ടില്ല. കാരണം ഈ ഒരു നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ലോഡ് ഷെഡിങ് ഇല്ലാതെയുള്ള ഒരു നിലപാടായിരുന്നു LDF സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സാധാരണക്കാരൻ്റെ നടുവടിക്കുന്ന, സാധാരണക്കാരനാണല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പ്രശ്നം ഈ നേരിടുന്നത്. കാരണം ജനറേറ്ററും UPS സംവിധാനങ്ങളും എല്ലാം മറ്റ് ഉണ്ടാകുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ പ്രശ്നമായി ഉണ്ടാവില്ലെങ്കിലും ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. വരും നാളുകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും. മഴ കുറവാണ് എന്നുള്ളതാണ്
ഇവർ പറയുന്ന ഒരു ന്യായമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മഴ ലഭ്യത കുറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളിൽ ആവശ്യത്തിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം ഇപ്പോഴേ സംഭരണ ശേഷിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായ വിവരം. എന്തായാലും സ്വകാര്യ കുത്തകകളിൽ നിന്നും വൈദ്യുതി വാങ്ങാനുള്ള നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കടക്കുന്നുവെന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറ്റം പറയാനാവില്ല. ഷമി, തീർച്ചയായും സംസ്ഥാനത്ത് വീണ്ടും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നീളുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. പകലും വൈദ്യുതി കട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുകയാണ്. PJ അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.